ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ മിക്സർ മീഡിയ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൊച്ചു സുന്ദരിയാണ് ഞങ്ങളുടെ കിറ്റി. അപ്പോൾ ഇന്ന് അവളുടെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അവൾ ഓൾറെഡി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്ന് ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴും അവൾ എന്നെ കാണുമ്പോൾ നാണത്തോടെ ഓടുവാണ് പതിവെങ്കിൽ ഇന്ന് എനിക്ക് നല്ല കടിയാണ് അവളുടെ എനിക്ക് കിട്ടിയത്. അവൾ നേരത്തെ എണീറ്റ് ഭയങ്കര ആക്റ്റീവായി പുറത്തൊക്കെ പോയി കളിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. എന്നും രാവിലെ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. രാവിലെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. അവൾ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട്, ഞാൻ താമസിച്ച് എഴുന്നേറ്റത് കൊണ്ടും വീഡിയോയ്ക്കകത്ത് കിട്ടിയില്ല. ഈ പുറത്ത് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവൾക്കിങ്ങനെ മണ്ണിൽ പോയി കിടക്കണം, പിന്നെ കോഴികളൊക്കെ പോകുന്നത് കാണണം. അതൊക്കെയാണ് അവളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. ഒത്തിരി നേരമൊന്നും നമ്മളങ്ങനെ പുറത്തേക്ക് വിടാൻ സമ്മതിക്കാറില്ല, കാരണം എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായാലോ എന്നോർത്ത്. പക്ഷെ അവൾക്കൊരു സന്തോഷമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ പിന്നെയും വിടും. ഇപ്പോൾ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുകയാണ്, നമ്മുടെ കൂടെ എല്ലാ പണിക്കും കൂടും കേട്ടോ. ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആൾ ഭയങ്കര ആക്റ്റീവാണ്, അതുകൂടാതെ ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ബഹളം വെച്ച് നടക്കുക എന്നുള്ളതാണ് അവളുടെ മെയിൻ ഹോബി. ഇതിപ്പോൾ നമുക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പാത്രമാണ്. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അവളത് തട്ടിമറിച്ച് കളഞ്ഞിട്ട് ഈ തട്ടിക്കളിക്കലാണ് അവളുടെ മെയിൻ പരിപാടി. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ സമയം 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ പുറത്തേക്ക് വിടേണ്ട, അവളെ പൂട്ടിയിടാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ പൂട്ടി. കാരണം നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എങ്കിൽ അവൾ ദൂരെ എവിടെയെങ്കിലും പോയാൽ നിർത്ത് പേടിച്ചിട്ടാണ് നമ്മളിങ്ങനെ പൂട്ടിയിടുന്നത്. അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അവളെ പൂട്ടിയിടുന്നത്. പൂട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ പോയി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. മിയോ ആണ് നമ്മൾ കൊടുക്കുന്ന ഫുഡെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ മീനും ഇറച്ചിയൊക്കെ ഉപ്പിടാതെയൊക്കെ വേവിച്ച് കൊടുക്കും. വേറെ ഒന്നും കഴിച്ചാൽ അവൾക്ക് വയറിന് പിടിക്കത്തില്ല. ഇതാണ് ഫേവറേറ്റ് ഫുഡ്. പിന്നെ കുറച്ച് വെള്ളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. പൂട്ടിയിട്ടിട്ട് ഞാനിങ്ങനെ പോകുന്നു. പിന്നീട് 12 മണിയായപ്പോഴാണ് ചെല്ലുന്നത്. അവൾക്ക് കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി ദിവസമായി കുളിച്ചിട്ട്. എന്നെ കണ്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആക്ച്വലി കുളിക്കുന്ന ഇഷ്ടമൊക്കെയാണ്, തണുപ്പ് വരുമ്പോൾ കുറച്ച് സന്തോഷമൊക്കെയാണ്. ഇവിടെ ഇളം ചൂടുവെള്ളത്തിലാണ് അവളെ കുളിപ്പിക്കാറ്. അവളെ കുളിപ്പിക്കുന്ന ബേസിനാണിത്. അതിലേക്ക് ഞാൻ ഇറക്കി നിർത്തുന്നുണ്ട്. വെള്ളം ഒഴിച്ചാൽ വലിയ ബഹളമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഒച്ചയോ ബഹളമോ ഒന്നും വെക്കത്തില്ല. അവിടെ നിന്ന് മുഖത്തൊഴിച്ചാൽ മാത്രമാണ് അവൾക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളായിട്ട് കോർപ്പറേറ്റ് ചെയ്യും. ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത് മേലത്ത് തേക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒഴിപ്പിച്ച് നമുക്ക് അവളെ സിമ്പിളായിട്ട് കുളിപ്പിച്ചെടുക്കാം. നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇപ്പം എല്ലാവരും എങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല, കാരണം എങ്ങനെയാണോ കുളിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. കുളിച്ച് കഴിഞ്ഞാൽ ആളുള്ളതിന് പിന്നെയും പകുതിയാകും, കുഞ്ഞാകും, അനങ്ങാണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തോർത്ത് വെച്ച് നന്നായിട്ട് തോർത്ത് കൊടുക്കും. പിന്നെ നമ്മളാണെങ്കിൽ നമ്മളുടെ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിലിട്ടിട്ട് കുറച്ച് നേരം വെയിലത്ത് വെക്കും. ഒത്തിരി നേരമല്ല, കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടി, ആ തണുപ്പ് അവളുടെ ബോഡിയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇതാണ് കോമൺലി നമ്മൾ ചെയ്യാറുള്ളത്. ഒരു 10 മിനിറ്റ് കൂടുതൽ അവളെ വെയിലത്ത് നിർത്തത്തില്ല കേട്ടോ. പിന്നെ അകത്ത് കൊണ്ട് ഞാൻ പൂട്ടിയിട്ടു. അവൾ ജസ്റ്റ് കുടഞ്ഞൊക്കെ മേത്ത് വെള്ളം കളയും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി. പാവം, കുളിപ്പിക്കുന്ന വിഷമാണ്. അവിടെ ഉറങ്ങുമായിരുന്നു, ഒരനക്കവും ഇല്ല. മേല് ശരിക്കും ഉണങ്ങി വരുന്നതേ ഉള്ളൂ. നല്ല ഉറക്കമാണ്. ഒരു 2-3 മണിക്കൂർ അവൾ കിടന്നുറങ്ങി. പിന്നെ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ മേലൊക്കെ പതുക്കെ തുടച്ച് വൃത്തിയാക്കുന്നതാണ് കാണുന്നത്. പേർഷ്യൻ കാറ്റാണ് അവിടെയെങ്കിലും ഇപ്പം വന്ന് നമ്മൾ വളർത്തുന്നത് കൊണ്ടാകാം ഒരു നാടൻ പൂച്ചയുടെ ആ ഒരു സ്മാർട്ട്നെസ് ഒക്കെ അവർക്ക് നന്നായിട്ടുണ്ട്. ഇപ്പോൾ പാറ്റ പിടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെയാണോ പുള്ളിക്കാരി കഴിക്കത്തൊന്നുമില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉറുമ്പ്, പാറ്റ അങ്ങനെയുള്ളതിനൊക്കെ പോയി പിടിച്ച് വെച്ച് കളിക്കുക എന്നുള്ള അവളുടെ ഏറ്റവും മെയിൻ ഹോബിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു രാവിലെയും വൈകിട്ട് നമ്മൾ കുറച്ച് നേരം അഴിച്ചു വിടുമെന്ന്. വൈകുന്നേരം 5 മണി കഴിഞ്ഞ് നമ്മൾ വിളി തുടങ്ങും അഴിച്ചു വിടാൻ വേണ്ടിയിട്ടാണ്. അഴിച്ചു വിട്ടതേ അവളിവിടെ വന്നു. ഇതാണ് അവളുടെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. സാധാരണ പേർഷ്യൻ കാർഡിനൊക്കെ നമ്മൾ വീടിനകത്താണ് വെച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ കിറ്റി പുറത്ത് പൊക്കോളും. അവൾ പറമ്പിൽ പോയിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തോളും. ആ കാര്യത്തിലൊക്കെ അവൾ ഭയങ്കര സ്മാർട്ടാണ്. അവൾ ഒന്ന് കറങ്ങി വന്നപ്പോഴേക്കും അനിയത്തി വന്നു. അവൾ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുകയാണ്. കിറ്റി കൊഞ്ചിയാണ് ഇരിക്കുന്നത്. കിറ്റിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എടുക്കുന്നതൊക്കെ. കുറേ നേരം കൂടി കാണുമ്പോൾ നമ്മളോടൊരു പ്രത്യേക സ്നേഹമാണ് അവൾക്ക്. പിന്നെ നമ്മൾ എന്നും മുടിയൊക്കെ ഈരിക്കെടുക്കണം, ചെടയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് രോമമൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുടിയൊക്കെ ഈരി കൊടുക്കുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ട് അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവളും കൂടും ഈരാനൊക്കെ. അങ്ങനെ നല്ല രസമായിട്ട് നമ്മളോട് ഇരിക്കും. പിന്നെ എന്നും വൈകിട്ട് നമ്മൾ എന്തെങ്കിലും നോൺ വെജ് കൊടുക്കും കേട്ടോ. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. ഇന്ന് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് ഉപ്പിടാതെ വേവിച്ചിട്ടൊക്കെ കൊടുക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണിത് കഴിക്കാൻ. സമയം 8:30 ആയിട്ടുണ്ട്. വയറൊക്കെ നിറഞ്ഞു, ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നേക്കാണ്. എൻ്റെ അടുത്ത് കൊഞ്ചാൻ വരുന്നതാണത്. നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹത്തിൽ കളിക്കാൻ വരുന്നതാണ്. അമ്മയുടെ അടുത്തൊരു കുഞ്ഞിനെ പോലെ എപ്പോഴും ഇരിക്കുന്നതാണ്. അമ്മയാണ് ഞെക്കുമൊന്നും ചെയ്യില്ല, ഞങ്ങളാണ് എപ്പോഴും പിടിച്ച് സ്നേഹം കാരണം ഞെക്കും. അത് അവൾക്ക് ഇഷ്ടമില്ല. സമയം ഇപ്പോൾ 10:45 ആയിട്ടുണ്ട്. ഞാൻ അവൾ കിടന്നോന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയതാണ്. അവൾ ഉറങ്ങിയിട്ടില്ല. ഇപ്പോഴും അവൾ ഓരോ പണിയാണ്. അവൾ എപ്പോഴാണ് ഉറങ്ങുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ കിറ്റിയുടെ ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.